ഹായ്, ഞാൻ പാത്തമ്മക്കുട്ടി, സെൽഫ് മാസ്റ്ററി കോച്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ഷമയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സമൂഹ ജീവികളായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുമായി ഇടപെടുന്ന ആളുകളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ മറ്റുള്ളവർ നമ്മളെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വേദനിപ്പിച്ച സംഭവങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ കാലാകാലം കൊണ്ടു നടന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. നമ്മുടെ പ്രവർത്തനമൊക്കെ വളരെ മന്ദഗതിയിലാവും. അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ഏവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പം ക്ഷമിക്കാൻ പലർക്കും മടി ഉണ്ടാകുന്നത് അവരുടെ ഈഗോ കാരണമാണ്. അപ്പം ക്ഷമയുടെ ശക്തി, ക്ഷമ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ക്ഷമ എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഉള്ളിലെ പ്രയാസങ്ങളെ നീക്കലാണ്. പവർ ഓഫ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉള്ള പ്രയാസങ്ങളെ നീക്കലാണ്. എ കോൺഷ്യസ് ഇന്നർ റിലീസാണത്. നിങ്ങളെ ദുഃഖിപ്പിച്ച ഒരാൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേദനയായിട്ട് കിടക്കുന്നുണ്ടോ? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദന മാറാതെ തുടരുകയാണോ? അവരെ കുറ്റം പറയുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? പക്ഷേ ആ വേദന വർഷങ്ങളോളം നിങ്ങളിൽ നിർത്തിയാൽ ആ വേദന അനുഭവിക്കുന്നത് ആരാണ് എന്നും ചിന്തിച്ചു നോക്കൂ. ക്ഷമിക്കണം എന്നത് ദുർബലതയല്ല, അത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ബലമാണ്. ക്ഷമിക്കുന്നത് മറ്റൊരാളെ മാറ്റാനല്ല, അത് നമ്മുടെ ആത്മാവിന് മോചനം നൽകാനാണ്. 27 വർഷക്കാലം ജയിലിൽ കിടന്നിട്ട് ജയിലിൽ നിന്ന് മോചനം നേടിയപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വാതിലിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ കയ്പും വെറുപ്പും ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും ജയിലിലായിരിക്കും എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ജയിലിൽ തന്നെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മാപ്പ് കൊടുക്കൽ ഇത്രയും പ്രാധാന്യം ഉള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക്. മാപ്പ് കൊടുക്കൽ ശാരീരികമായി നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോളിനെ കുറക്കുന്നു. നമുക്ക് സാധാരണ സ്ട്രെസ് ഉണ്ടാവുമല്ലോ, മറ്റുള്ളവരോട് ആരോടെങ്കിലും പ്രയാസം നമ്മുടെ ഉള്ളിൽ മനസ്സിലുണ്ടെങ്കിൽ ആ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കുറക്കാൻ നമ്മൾ മാപ്പ് കൊടുക്കുന്നതിലൂടെ സാധിക്കും. ശാരീരികമായുള്ള ഗുണം അതാണ്. മാനസികമായി നമുക്ക് വ്യക്തത തരുന്നു, സമാധാനം തരുന്നു, സ്വയത്തോടൊരു അനുകമ്പ തോന്നും. ഏതായാലും ഞാൻ ക്ഷമിച്ചു കൊടുത്തല്ലോ, എന്നോട് ഇത്രയധികം ഒക്കെ ചെയ്തിട്ട് ഞാൻ ക്ഷമിച്ചു കൊടുത്തല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അനുകമ്പ, ഒരു സഹാനുഭൂതിയൊക്കെ തോന്നും. ആത്മീയമായിട്ട് പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മൾ, അതായത് ഹയർ കോൺഷ്യസുമായി നമ്മൾ അലൈൻ ചെയ്യുന്നു. നമ്മുടെ ഈഗോ നഷ്ടപ്പെടുന്നു. പലപ്പോഴും നമുക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കാതിരിക്കണത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈഗോ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈഗോയെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് ചെയ്താൽ മതി. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളുടെ കുറ്റം അംഗീകരിക്കുക എന്നല്ല. ക്ഷമിക്കുന്നത് മറ്റേ ആൾക്ക് ശിക്ഷ നൽകാൻ ആവില്ല എന്ന അർത്ഥവുമില്ല. അതായത് നമ്മളോട് ഫിനാൻഷ്യലായിട്ട് ഒരാൾ നമ്മളെ വഞ്ചിച്ചു, നമുക്ക് അയാളോട് തീർത്താൽ തീരാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ട്. ആ പകയും ദേഷ്യവും ഒഴിവാക്കണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ക്ഷമിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള പകയും ദേഷ്യവും ഒഴിവാക്കണം. പക്ഷെ നമ്മൾ നിയമപരമായിട്ട് നമുക്ക് കിട്ടാനുള്ള പണം വാങ്ങാനുള്ള നടപടിയൊക്കെ നമുക്ക് നടത്താം. അതാണ് പറഞ്ഞത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞത് അവരെ തെറ്റിൽ നിന്ന് ഒഴിവാക്കല്ല എന്നുള്ള പറഞ്ഞത് അതുകൊണ്ടാണ്. ക്ഷമിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അടങ്ങിയ രാസവിഷം പുറത്തേക്ക് നീക്കം ചെയ്യാനാണ്. 3 സ്റ്റെപ്പ് ഫോർഗീവ്നെസ് നമുക്കൊന്ന് പ്രാക്ടീസ് നടത്തി നോക്കിയാലോ? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആരോടെങ്കിലും ഒക്കെ ഫോർഗീവ് ചെയ്യാൻ, അല്ലേ? അപ്പൊ നമുക്കിപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കണ്ണടച്ചിരുന്ന് മാപ്പ് കൊടുക്കേണ്ട വ്യക്തിയെ മനസ്സിൽ കാണുക. നിങ്ങൾക്ക് അവരുണ്ടാക്കിയ വേദന അംഗീകരിക്കുക, ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് അവർ ഇങ്ങനെ ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ആ വേദന ഇപ്പോൾ അനുഭവിക്കുക. അവരോട് സഹാനുഭൂതി കാണിക്കുക. മറ്റേ വ്യക്തിയിലെ വേദനയോ അജ്ഞതയോ കാണാൻ ശ്രമിക്കുക. നമ്മളെ മറ്റൊരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ 2 തരത്തിലാണ് പൊതുവെ ഇങ്ങനെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് അവരുടെ അജ്ഞതയെ നമ്മൾ കാണുക, അത് അറിവില്ലായ്മ ഉണ്ടാകുന്നതാണ്. മറ്റത് അവരുടെ ഉള്ളിൽ എന്തോ വേദനകളുണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണ് നമ്മളെ അവർ വേദനിച്ചത് എന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യം ഒക്കെ റിലീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റീക്ലെയിം ചെയ്യുക. മാപ്പ് നൽകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പല വികാരങ്ങളെയും വിട്ടുകളയുക എന്നുള്ളതാണ്. ഏതൊക്കെ വികാരങ്ങളെയാണ് നമ്മൾ വിട്ടുകളയുന്നത് നോക്കൂ. നിരാശ, വൈരാഗ്യം, അസൂയ, ക്രോധം എന്നീ വികാരങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുന്നു. ആ വ്യക്തിയെ ദുഷിച്ചതിലും നിങ്ങൾക്കുണ്ടായ വേദനക്കും പുതിയ അർത്ഥം നൽകുക. ഇവിടെ ഞാൻ പിടിച്ചു നിൽക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വേദനകളെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സുഹൃത്ത് നിങ്ങളെ വഞ്ചിച്ചു, നിങ്ങളെ അങ്ങനെ വേദനയിൽ തന്നെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിന്റെ ആശ്വാസമൊക്കെ നഷ്ടപ്പെടും. എന്നാൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി ഈ വിഷം പിടിച്ചു നിൽക്കില്ല. അങ്ങനെ ചെയ്യുന്നതിനാണ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്. മാപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ നമ്മൾ. നിരാശയും ക്രോധവും അസൂയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട്. മാപ്പ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടാനുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ആത്മശക്തി കിട്ടുന്നു, മനസ്സിന്റെ നിയന്ത്രണം കിട്ടുന്നു, നിങ്ങളുടെ മനസ്സിന്റെ ആധികാരികത നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നു. അതായത് നമ്മൾ ഒരാളോട് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഞാൻ എന്റെ വികാരങ്ങളുടെ അധികാരി ഞാൻ തന്നെയാണ്. സാഹചര്യത്തെ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആധികാരികത നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അതുപോലെ സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം എന്നിവ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോ ആകെ നിരാശയും ക്രോധവും അസൂയൊക്കെ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറം നല്ല കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു പിടിക്കുന്നുണ്ട്. ഇനി ഞാൻ തന്നെ എൻ്റെ മാനസിക നില നിർണ്ണയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പറ്റും നമുക്ക്. ആ വ്യക്തിയോട് ക്ഷമിച്ചതിന് ശേഷം നമ്മളൊക്കെ ശാന്തമാകും, സുഖമായി ഉറങ്ങുന്നു, പഴയ സന്തോഷം തിരിച്ചെടുക്കുന്നു. ഇതിനാണ് നമ്മൾ റീക്ലെയിം ചെയ്യാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ, സന്തോഷം, സമാധാനം, നമ്മുടെ ആധികാരികത, ആത്മവിശ്വാസം, ഇതൊക്കെ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. കുറച്ചെണ്ണം നമ്മൾ റിലീസ് ചെയ്തു, ബാക്കി നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ റീക്ലെയിം ചെയ്തു. റിലീസ് ആൻഡ് റീക്ലെയിമിലൂടെ നമുക്ക് പോസിറ്റീവ് അല്ലാത്ത വികാരങ്ങളെ വിട്ടുകളയാനും ആത്മശക്തിയും സന്തോഷവും തിരിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ ആകുലതകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടയക്കാൻ പറ്റും. ജീവിതത്തിൽ വീണ്ടും മനഃശക്തി നേടുന്ന, വിഷം ചുമക്കുന്ന ഭാരത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കും. മാപ്പ് വഴി സ്വന്തം മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് നമുക്ക് കഴിയുന്നു. സമാധാനപരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു. ശരീരത്തിലെ ആ പ്രയാസകരമായ ആ ഭാരം നമുക്കൊന്ന് കുറഞ്ഞു കിട്ടുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. സ്വയം ബഹുമാനം നമുക്ക് വർദ്ധിക്കുന്നു. വൈകാരിക സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ധാരാളം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മാപ്പ് കൊടുത്തൂടെ? ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് വൈകാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ ശ്രമിക്കുക. ഐ ചൂസ് ടു ഫോർഗീവ് ആൻഡ് ബി ഫ്രീ. ആരാണ് ഫ്രീ ആവുന്നത്? നമ്മളാണ് ഫ്രീ ആവുന്നത്. ആ കെട്ട വികാരത്തിൽ നിന്ന് ഫ്രീ ആവുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇത്രയധികം ഗുണങ്ങളുള്ള ക്ഷമിക്കുക എന്നുള്ള ക്വാളിറ്റി നമ്മളിൽ വളർത്തിയെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പൊ കമന്റിൽ നിങ്ങൾ എത്ര പേരോട് മാപ്പ് കൊടുത്തു എന്നുള്ളത് എഴുതുക. ഓക്കെ.